അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫിഖിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ഉസ്ലുൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിക്കൽ എന്നുള്ള പാഠഭാഗമാണ്. ഇദാ മാത്തൽ മുസ്ലിമു, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ഫയംബയിൽ മുബാദറത്തു ഇലാ തജ്ഹീസിഹി, മരണാനന്തര കർമ്മങ്ങൾ വേഗമാക്കൽ അത്യാവശ്യമാണ്. വയുസ്താബൻ യുഅലമ ബിമൗതിഹി, അവൻ്റെ മരണം കൊണ്ട് അറിയിക്കൽ സുന്നത്താകും. അഹ്ലുഹു, അവൻ്റെ കുടുംബക്കാരെ, വകാരിബുഹു, അവൻ്റെ ബന്ധുക്കളെ, വജീറാനുഹു, അവൻ്റെ അയൽവാസികളെ, വ അസ്ഹാബുഹു, അവൻ്റെ കൂട്ടുകാരെ, ലിയദൂലഹു, അവന് ദുആ ചെയ്യാൻ വേണ്ടി, വയശ്ഹദുസ്സലാത്ത അലാ ജനാസതിഹി, അവൻ്റെ ജനാസ നിസ്കാരത്തിന് അവർ ഹാജരാവാൻ വേണ്ടിയും മരണപ്പെട്ടാൽ ആ മരണവാർത്ത എല്ലാവരെയും അറിയിക്കൽ സുന്നത്താണ്. വഫി തശ്യീഇൽ ജനാസത്തിൽ മുസ്ലിമു വസ്സലാത്തി അലൈഹി, ഒരു മുസ്ലിമിൻ്റെ ജനാസയെ അനുഗമിക്കലും ആ ജനാസയുടെ മേൽ നമസ്കരിക്കലും, വഹുദൂരി ദഫനിഹി, പാടുന്നിടത്ത് സംഗമിക്കുന്നതിലും, ഫളലും വസവാബും കസീർ, ധാരാളം പ്രതിഫലവും ശ്രേഷ്ഠതയുമുണ്ട്. അതുകൊണ്ടാണ് നാം ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജനാസ കുളിപ്പിക്കാനും അവരുടെ മേൽ നമസ്കരിക്കാനും അതുപോലെ ജനാസയെ അനുഗമിക്കാനൊക്കെ നാം തയ്യാറാകുന്നത്. ഇത് വളരെ ഫലമുള്ള, വളരെ പ്രതിഫലമുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. എൽസമു ഫിൽ മയ്യത്തിൽ മുസ്ലിമി അർബഅത്തു അഷ്യാ, ഒരു മുസ്ലിമിൻ്റെ മയ്യത്തിൽ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ആ മരിച്ച മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടിയിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. ഒന്ന്, ഉസ്ലുഹു, മയ്യത്തിനെ കുളിപ്പിക്കുക. വതക്ഫീനുഹു, മയ്യത്തിനെ കഫൻ ചെയ്യുക. വസ്സലാത്തു അലൈഹി, മയ്യത്തിന് മേൽ നമസ്കരിക്കുക. വദഫ്നുഹു, മയ്യത്തിനെ മറമാടുക. വാദിൽ ഉമൂറു ഫുറൂലുൻ കിഫായ, ഈ കാര്യങ്ങളൊക്കെ ഫർള് കിഫായാണ്. അലാ കുല്ലി മൻ അലിമ ബിമൗതിഹി, അവൻ്റെ മരണം കൊണ്ട് അറിഞ്ഞ ഓരോ മുസ്ലിമിൻ്റെ പേരിലും, അവൻ്റെ മരണം കൊണ്ടറിഞ്ഞ ഓരോ മുസ്ലിമിൻ്റെ മേലിലും ഇതെല്ലാം ഫർള് കിഫായാണ്. വാലാമൻ യുൻസബ് ഇലാ തഖ്സീരിൻ ഫി അദമിൽ ബാസി, അവനെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ വീഴ്ച വരുത്തിയതിലേക്ക് ചേർക്കുന്നവരുടെ മേലിലും അവനുമായുള്ള അടുത്ത ബന്ധം കാരണം. വാക്കലുൽ ഉസ്ലി, കുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് ഇസ്തിയാബ് ബദനിഹി ബിൽ മായി, ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലാണ്. വലാ തജിബ് നിയ്യത്തുൽ ആസിലി, കുളിപ്പിക്കുന്ന നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. ഫലോ അസലോ കാഫിറുൻ കഫ, മയ്യത്തിനെ കാഫിർ കുളിപ്പിച്ചാലും മതിയാകും. വയോസലിൽ അരീക്കും, മുങ്ങി മരിച്ചവനെ കുളിപ്പിക്കണം. എന്നാ മഅ്മൂറു നബി അസ്ലി, കാരണം മയ്യത്തിനെ കുളിപ്പിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടതിനാലാണ്, നാം കൽപ്പിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് തന്നെ മയ്യത്തിനെ കുളിപ്പിക്കണം. ഫലാ യസ്കുതു അന്നാ ബിഫിഅലിന, നാം അത് ചെയ്യാതെ ആ കൽപ്പന ഒഴിവാവുകയില്ല. വലൗ തഹറക്കൽ മയ്യത്തു, മയ്യത്ത് കരിഞ്ഞു പോയാൽ, ബിഐസുലൗ ഉസില തഹറ ലഹ്മുഹു, കുളിപ്പിച്ചാൽ മാംസം ഉതിർന്നു വീഴുന്ന രീതിയിലാണ്, മാംസം പൊട്ടിപ്പോകുന്ന, മാംസം നിലത്തേക്ക് വീഴുന്ന രൂപത്തിലാണെങ്കിൽ യുമ്മിമ, തയമം ചെയ്യണം. എന്തിൻ്റെ ആവശ്യമില്ല? കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. വകദായിദാലം യൂജദ് ഇല്ല അജ്നബിയും ഫിൽ മർഅത്തി, സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അന്യപുരുഷനല്ലാതെ മറ്റാരും ഇല്ലെങ്കിലും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. തയമം ചെയ്യേണ്ട അവസ്ഥയാണ്, തയമം ചെയ്യണം. ഔ അജ്നബിയത്തും ഫി റജുലിൻ, ഒരു പുരുഷനെ കുളിപ്പിക്കാൻ ഒരു അന്യ സ്ത്രീ അല്ലാതെ വേറെ ആരെയും ലഭിച്ചിട്ടില്ലെങ്കിൽ യുമ്മിമ, അപ്പോഴും തയമം ചെയ്യപ്പെടണം. വൽ അഖ്മലു, കുളിയുടെ പൂർണ്ണരൂപം. വലൗ ഫി മക്കാനിൻ ഖാലിൻ, ഒഴിഞ്ഞൊരു സ്ഥലത്ത് മയ്യത്തിനെ വെക്കണം. മസ്തൂരിൻ അലാഹു വ ജവാനിബുഹു, മുകൾ ഭാഗവും വശങ്ങളും മറക്കപ്പെട്ട രീതിയിൽ. ലൈസ ഫീനഹു ഖുവ്വത്തിൻ യൻളുറുന്നാസു മിൻഹു, ജനങ്ങൾ കാണുന്ന വിധം പോലത്തത് മറയിൽ ഉണ്ടാവരുത്. ഉയരത്തിലുള്ള പലക പോലത്തതിൽ മയ്യത്തിനെ വെക്കണം. യുസീബഹു റഷാഷുൻ, മയ്യത്തിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി. റസുഅല, തല അല്പം ഉയർത്തി വെക്കണം. ഈ അൻഹദിറൽ മാഉ അൻഹു,
വെള്ളം താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. വയൂസല ഫി കമീസിൻ ബാരിൻ ബിമാഇൻ ബാരിദിൻ, നേർത്ത നീളം കുപ്പായത്തിൽ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കണം. ഇല്ലാലി ഹാജത്തിൻ ക വസഹിൻ, ചളി പോലാത്ത ആവശ്യത്തിന് വേണ്ടിയല്ലാത്ത അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കാം. വയുജ്ലിസുൽ ആസിലു അലൽ മുർത്തഫി, കുളിപ്പിക്കുന്ന മയ്യത്തിനെ ഉയർന്ന സ്ഥലത്ത് ഇരുത്തണം. ബിരിഫ്കിൻ മായിലൻ ഇല വറായിഹി, മയ്യത്തിനെ പിൻഭാഗത്തിലേക്ക് ചാരിക്കൊണ്ട്. വയലോ യമീനു വല കത്തിഫൈഹി, അവൻ്റെ വലത് കൈ മയ്യത്തിൻ്റെ പിരടിയിൽ വെക്കണം. വൈബ്ഹാമു വല മുഅഖ്ഖരിനുകിഹി, അവൻ്റെ തള്ളവിരൽ മയ്യത്തിൻ്റെ കഴുത്തിൻ്റെ പിറകിൽ വെക്കണം. വയുസ്നിദ ലഹ്റു ഇല റുക്ബത്തിൽ യുംന, മയ്യത്തിനെ പുറംഭാഗം കുളിപ്പിക്കുന്നവൻ്റെ വലത് കാലിൻ്റെ മുട്ടിലേക്ക് ചാരണം. മയ്യത്തിൻ്റെ പുറംഭാഗം കുളിപ്പിക്കുന്നവൻ്റെ വലത് കാലിൻ്റെ മുട്ടിലേക്ക് ചാരണം. വയുമിറ യസാറു അല ബത്നി ബി മുബാലാത്തിൻ, അവൻ്റെ ഇടത് കൈ മയ്യത്തിൻ്റെ എല്ലിന്മേൽ അല്പം അമർത്തി തടവണം. ലിയഖ്റുജ മാ ഫീ മിനൽ ഫളലാത്തി, വയറിലുള്ള അവശിഷ്ടങ്ങൾ പുറത്തു വരാൻ വേണ്ടിയാണിത്. സുമ്മ യുൽജിയൗലി കഫാഹു, ശേഷം മയ്യത്തിനെ മലർത്തി കിടത്തണം. വയാസില ബി ഇർഖത്തിൻ മൽഫൂഫത്തിൻ അലാ യസാരിഹി, ഇടത് കൈയിൽ തുണി ചുറ്റി കൊണ്ട് കഴുകണം. കുബലഹു വദുബറഹു സുമ്മ യുൽഖീഹ, ശേഷം ആ തുണിക്കഷ്ണം ഒഴിവാക്കുക. സുമ്മ യഅതി ബി ഖിർഖത്തിൻ ഉഖ്റ, മറ്റൊരു തുണിക്കഷ്ണം കൊണ്ടുവരിക. യുനല്ലിഫു ബിഹാ അസ്നാനു വമൻഖറൈഹി, അതുകൊണ്ട് മയ്യത്തിൻ്റെ പല്ലുകളും മൂക്കിൻ്റെ മറ്റു ഭാഗങ്ങളുമൊക്കെ ശുദ്ധിയാക്കുക. അദാലിക കുല്ലിഹി, അതിനെല്ലാം ശേഷം യുവല്ലിയ വുളൂഅൻ കാമില, മയ്യത്തിന് പൂർണ്ണമായ വുളൂ എടുത്തു കൊടുക്കുക. സുമ്മ യോസിലു റഅസഹു, പിന്നെ മയ്യത്തിൻ്റെ തല കഴുകുക. സുമ്മ ലഹിയതഹു, പിന്നെ താടി കഴുകണം. ബിനഹ്വി സോബൂനി മിൻ അദവാത്തി തൻളീഫി, സാബൻ പോലെയുള്ള സോപ്പ് പോലെയുള്ള ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. യുസരിയു ലഹിയതഹു വറഅസഹു, തലയും താടിയും വാരണം. ഇൻകാന അലൈഹിമാ ശഅറുൻ, അവയുടെ മേൽ മുടിയുണ്ടെങ്കിൽ. ബിമിഷ്തിം വാസിൽ അസ്നാൻ, പല്ല് അകലത്തിലുള്ള ചീർപ്പുകൊണ്ട്. ബിരിഫ്കിം, വളരെ മയത്തോടെ. വയറുദ്ദു സാക്കിത്ത മിൻഹുമ, അവ രണ്ടിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്നവ എടുത്തു വെക്കണം. ഇലാ കഫനി, കഫൻ തുണിയിലേക്ക്. ലിയുദ്ഫന മഅഹു, മയ്യത്തിനോടൊപ്പം മറവ് ചെയ്യാൻ വേണ്ടി. വയാസിലു ബഅദ ദാലിക കുല്ലിഹി, അതിനെല്ലാം ശേഷം കഴുകണം. ശിക്കവുൽ ഐമന, മയ്യത്തിൻ്റെ വലതുഭാഗം. സുമ്മൽ ഐസറ, പിന്നെ ഇടതുഭാഗം. അൽ മുഖ്ബിലൈനി, രണ്ടിൻ്റെയും മുൻഭാഗം. മിൻ ഉനുഖിഹിലാ കദമിഹി, കഴുത്തു മുതൽ പാദം വരെ. സുമ്മ യുഹരിഫു ഇല ഷിക്കിഹിൽ ഐസർ, ശേഷം മയ്യത്തിനെ ഇടതുഭാഗത്തിലേക്ക് ചെരിക്കണം. ഫയസിലു ഷിക്കഹുൽ ഐമൻ, എന്നിട്ട് വലതുഭാഗം കഴുകണം. സുമ്മ യുഹരിഫു ഇല ഷിക്കിൽ ഐമൻ, പിന്നെ മയ്യത്തിനെ വലതുഭാഗത്തിലേക്ക് ചെരുക്കണം. ഫയസിലുൽ ഐസറ, എന്നിട്ട് ഇടതുഭാഗം കഴുകണം. ഫഹാദിൽ അഫ്വാലു കുല്ലുക അസ്ലത്തും വാഹിദ, ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു കഴുകൽ മാത്രമാണ്. വതുസ്തഹബു അസ്ലത്തുൻ സാനിയത്തും വസാലിസത്തും കദാലിക, ഇപ്രകാരം നാം വിശദീകരിച്ച പോലെ 2ഉം 3ഉം പ്രാവശ്യം കഴുകണം. അങ്ങനെ കഴുകൽ സുന്നത്താണ്. സുമ്മ യുസബ്ബു മാഉൻ ഖാലിസുൻ, പിന്നെ ശുദ്ധമായ വെള്ളം ഒഴിക്കണം. മിൻഫറഖീല കദമൈഹി, പിരടി മുതൽ കാൽപാദം വരെ. അത് സവാലി നഹ്വി സോബൂൻ, സോപ്പ് പോലെയുള്ളവ നീക്കം ചെയ്ത ശേഷം. വയുജ്അലു ഫീ ഹാദൽ മാഇ ഖലീലു കാഫൂരിൻ, ഈ വെള്ളത്തിൽ അല്പം കർപ്പൂരം ചേർക്കണം. വബിഹാദ തമ്മൽ ഉസ്ലു, ഇതോടെ കുളി പൂർത്തിയായി. വയുക്റഹു അൻ യൻളുറൽ ആസിലു, കുളിപ്പിക്കുന്നവൻ നോക്കൽ കറാഹത്താണ്. മിൻ ഐരി ഔറത്തിഹി, മയ്യത്തിൻ്റെ ഔറത്തല്ലാത്ത ഭാഗത്തിലേക്ക്. ഇല്ലാ ഖദ്റൽ ഹാജത്തി, ആവശ്യത്തിന് വേണ്ടിയല്ലാതെ. അമ്മ ഔറത്തുഹു ഫയഹ്റുമുൻ നദറു ഇലൈഹ വമസ്സുഹ ദൂന ഹായിലിൻ, അപ്പോൾ മയ്യത്തിൻ്റെ ഔറത്ത് നോക്കലും മറയില്ലാതെ തൊടലും ഹറാമാണ്. വർറജുലു ഔലാ ബിയുസ്ലിർ റജുൽ, പുരുഷനെ കുളിപ്പിക്കാൻ പുരുഷനാണ് ഏറ്റവും നല്ലത്. വൽ മർഅതു ഔലാ ബിൽ മർഅതി, സ്ത്രീയെ കുളിപ്പിക്കാൻ സ്ത്രീയാണ് ഏറ്റവും നല്ലത്. വയജൂസു ലിർറജുലി ഉസ്ലു സൗജതിഹി, ഒരു പുരുഷന് ജായിസാണ് ഉസ്ലു സൗജതിഹി, അവൻ്റെ ഭാര്യയെ കുളിപ്പിക്കൽ. വലിൽ മർഅതി ഉസ്ലു സൗജിഹ,
ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിനെയും കുളിപ്പിക്കൽ. വലൗ ഖറജ ബാദൽ ഉസ്ലി നജസുൻ, കുളിപ്പിച്ച ശേഷം വല്ല നജസും പുറപ്പെട്ടാൽ വജബ ഇസാലത്തു ഫഖദ്, അത് നീക്കം ചെയ്താൽ മാത്രം മതി. തജ്ഹീസുൽ മയ്യത്തി ഫർളു കിഫായത്തിൻ അലാമൻ. ഉത്തരം അലാ കുല്ലി മൻ അലിമ ബിമൗത്തിഹി. അഖല്ലുൽ ഉസ്ലി മാവുവ ഇസ്തിയാബു ബദനിഹി ബിൽ മായി. നിയ്യത്തുൽ ഓസ്ലി വാജിബുൻ അംല ലാ തജിബു. യുമ്മിമൽ മയ്യിത്തു ഫി അഹ്വാലി മായിയ വലൗ തഅസ്സറ അസ്ലു മാ തഹതൽ കുൽഫത്തി ബിഅന്നഹാ ലാ തതകല്ലസു ഇല്ലാ ബിജർഹിൻ യുമ്മിമ അമ്മാ തഹതഹ വലൗ തഹറക്കൽ മയ്യിത്തു ബിഹൈസു ലൗ ഉസില തഹറ ലഹ്മുഹു യുമ്മിമ വകദാ ഇദാ ലം യൂജദ് ഇല്ലാ അജ്നബിയ്യുൻ ഫിൽ മർഅത്തി ഔ അജ്നബിയ്യത്തുൻ ഫിർ റജുലി യുമ്മിമ. ഹുക്മു നദറിൽ ആസിലു ഇലാ ഗൈരി ഔറത്തി മാ ഹുവ കറാഹത്തുൻ. അശ്ശാറു സാഖിതു മിനൽ മയ്യിത്തി മാദാ യുഫ്അലു ബിഹി വയറുദ്ദു അശ്ശാറു സാഖിത ഇലാ കഫനിഹി ലിയുദ്ഫന മഅഹു. യൽസമു ഫിൽ മയ്യിത്തി അർബഅത്തു അശ്യാഅ മാഹിയ ഉസ്ലുഹു വതക്ഫീനുഹു വസ്സലാത്തു അലൈഹി വദഫ്നുഹു. ബയ്യിൻ കൈഫിയത്ത് ഉസ്ലിൽ മയ്യിത്തി അലൽ അക്മലി. പരിപൂർണമായിട്ടുള്ള മയ്യത്ത് കുളിയുടെ രൂപം അത് വളരെ വിശദമായിട്ട് പാഠഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നോട്ടിലേക്ക് പകർത്തി എഴുതുക. ഉക്തുബുൽ അഹ്കാം, വിധികൾ എഴുതാം. അൽ ഇഅ്ലാമു ബിൽ മയ്യിത്തി സുന്നത്തുൻ. ഉസ്ലുൽ അരീഖ് വാജിബുൻ. മസ്സു ഔറത്തിൽ മയ്യിത്തി ബിലാ ഹായിലിൻ ഹറാം. ഇസാലത്തു നജ്സിൻ ഖാരിജിൻ ബാദൽ ഉസ്ലി വാജിബുൻ. തശീഅ് സംസ്കരണം. തക്സീർ വീഴ്ച. കൂവത്ത് വിടവ്. ഫളലാത്ത് അവശിഷ്ടങ്ങൾ. മിസ്തുൻ ചീർപ്പ്. ഫറക്കുൻ മൂർദാവ്. ബാലിൻ നേരിയ.